ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 602 അപ്രതീക്ഷിത ചുംബനം. ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയ ശേഷം വിനോദ് കാറൊക്കെ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. ലാവണ്യ കാണാൻ വേണ്ടിയിട്ടാണ് അലക്സ് കയറി ചെന്നത്. പിന്നാലെ തന്നെ വിനോദും കയറി ചെല്ലാണ്. ലാവണ്യയുടെ ശ്രദ്ധയിൽപ്പെടാതെ വേണം ഇവരെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വിനോദിന് നല്ലതുപോലെ അറിയാമായിരുന്നു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വിനോദ് ഒരു കറുത്ത മാസ്കൊക്കെ മുഖത്ത് ധരിച്ചിട്ടാണ് പോകുന്നത്. കണ്ണുകൾ മാത്രമേ ഇപ്പോൾ പുറത്തേക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഹോട്ടലിൽ ഒരു ലോബിയിലേക്ക് പ്രവേശിച്ച വിനോദ് അലക്സിനെയും ലാവണ്യയും തന്റെ കണ്ണുകളാൽ തേടി. പക്ഷേ അവിടെയൊന്നും അവരെ രണ്ടുപേരെയും കാണാത്തതുകൊണ്ട് അവന് ബാർ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. ഇവർ രണ്ടുപേരും ഉറപ്പായും ബാറിലുണ്ടാവുമെന്ന് വിനോദ് വിചാരിച്ചു. ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഒരു ബാറിലേക്കാണ് അവർ പോയത്. അടഞ്ഞു കിടക്കുന്ന ആ ഒരു ബാറിനുള്ളിലേക്കത്തേക്ക് കയറിയ വിനോദ് ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ഒരു കോർണറിൽ അലക്സും ലാവണ്യയും ഇരിക്കുന്നതായിട്ട് കണ്ടത്. അലക്സിനോട് ചേർന്നാണ് ലാവണ്യ ഇരിക്കുന്നത്. അത് വിനോദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ ആ ഒരു ചേർന്നുള്ള ഇരിപ്പ് അലക്സ് വളരെയധികം അസ്വസ്ഥനാണ് എന്നുള്ളത് വിനോദ് അവന്റെ മുഖഭാവത്തിൽ നിന്ന് മോഹിച്ചെടുത്തു. പിന്നീട് വിനോദ് ഒരു ചെറിയ ചിരിയോടുകൂടി അവരുടെ രണ്ടുപേരുടെയും ഓപ്പോസിറ്റായി കാണുന്ന വിധത്തിൽ അവിടെ വന്ന് ഇരിക്കുകയാണ്. പക്ഷേ സംസാര രീതിയും ലാവണ്യയുടെ സംസാര രീതിയും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും മറ്റും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന വിനോദ് എല്ലാം സെറ്റായിരിക്കുന്നു എന്ന് വിചാരിച്ചു. വിനോദ് പെട്ടെന്ന് തന്നെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ പേര് കണ്ടു. ഒരു കോളിംഗ് ആണ് ഫോണിൽ തെളിഞ്ഞത്. എന്നിട്ട് ചെവിയോട് ചേർത്ത് പിടിച്ചിട്ട് ഹലോ സിദ്ധാർത്ഥ് സർ, വിനോദ് പറഞ്ഞു. എന്താണ്, ഞാൻ അലക്സിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ അലക്സ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ആകാംക്ഷയോട് കൂടെ തന്നെ സിദ്ധാർത്ഥ് വിനോദിനോടായി ചോദിച്ചു. സർ, ഞങ്ങളിപ്പോൾ ഹോട്ടലിലുണ്ട്. ലാവണ്യക്ക് ആരെയോ 5 മണിക്കാരെയോ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അലക്സും ഞാനും ലാവണ്യെ പിന്തുടർന്ന് ഇപ്പോൾ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിനോടായിട്ട് വിനോദ് പറഞ്ഞു. ഞാനും കുറച്ച് മാറിയിരുന്നു കൊണ്ട് അവർ വീക്ഷിക്കുന്നുണ്ട് എന്ന് വിനോദ് മറുപടി നൽകി. ലാവണ്യക്ക് അലക്സിൽ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ പ്ലാന് വിജയിക്കുമല്ലേ എന്ന് സിദ്ധാർത്ഥ് ആശങ്കയോടുകൂടി ചോദിച്ചു. പെട്ടെന്ന് തന്നെ വിനോദ് പറഞ്ഞു. ലാവണ്യയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്ന പ്രവൃത്തികളിലും കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാന് വർക്കൗട്ട് ആവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിനോദിന്റെ വാക്ക് കേട്ട് സിദ്ധാർത്ഥിന് അല്പം ആശ്വാസം തോന്നി. എങ്കിൽ നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞ് ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു. ബാറിന്റെ ഒരു മൂലയിലായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിനോദിനെ അലക്സും ലാവണ്യം ഒട്ടും ശ്രദ്ധിച്ചില്ല. അലക്സിന്റെ ശ്രദ്ധ മുഴുവൻ ലാവണ്യയിൽ തന്നെയായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ തന്റെ ചുറ്റും ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ തന്നെ വീക്ഷിക്കുന്നു എന്ന് അലക്സ് ഒട്ടും തന്നെ നോക്കിയതുപോലും ഇല്ലായിരുന്നു. ഇരുവരും അലക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ഇവർ സ്റ്റാർട്ടപ്പ് മീഡിയക്കായാലും അല്ലെങ്കിൽ അലക്സ് ഏത് കമ്പനിക്കായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സഞ്ജയ് മുഖർജിയെക്കുറിച്ചുള്ള സംഭാഷണം എടുത്ത് ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ലാവണ്യയുടെ മുഖം മാറിയത് അലക്സ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ലാവണ്യക്ക് മിസ്റ്റർ സഞ്ജയെക്കുറിച്ച് അറിയാമോ? അവൾ മറ്റെന്തോ ആലോചിച്ചുകൊണ്ടാണ് അലക്സ് ചോദിച്ചത്. സഞ്ജയ് മുഖർജിയുമായിട്ടുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അയാളെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല. ഒരു ഒഴുക്കൻ മട്ടിലാണ് ലാവണ്യ മറുപടി പറഞ്ഞത്. ഇവിടുത്തെ ബിസിനസ് സർക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സഞ്ജയ് മുഖർജി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് കുറച്ച് സംഭവങ്ങളിലൊക്കെ പങ്കാളിയായാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ കുറച്ച് പേരൊക്കെ സഞ്ജയിലുണ്ട് എന്ന് തോന്നുന്നു. അവരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നത്. സഞ്ജയ് മുഖർജി എന്നുള്ള ഒരാളെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് സജസ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ലാവണ്യയോടായിട്ട് പറയാണ് അലക്സ്. കൂടുതൽ ആളുകളെക്കുറിച്ച് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ലാവണ്യക്ക് ഇതുപോലെ ആരെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ പ്ലീസ്? വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ്, അവർക്ക് സംശയമൊന്നും തോന്നാത്ത ഒരു രീതിയിലാണ് അലക്സ് ലാവണ്യയോട് സംസാരിക്കുന്നത്. എങ്കിലും ലാവണ്യ അവനെ ചൂഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അലക്സിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന തരത്തിൽ അവനെ പഠിക്കുന്ന തരത്തിലാണ് ലാവണ്യ അലക്സിനെ നോക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടുള്ള അലക്സ് അവന്റെ മുഖത്ത് ഒരു നിഷ്കളങ്കത ഭാവം വരുത്തിക്കൊണ്ട് ഒരു സാധാരണ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന അരുൺ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്മാൻ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് അവൾ സ്വയം വിലയിരുത്തുകയാണ്. പെട്ടെന്ന് അവൻ സഞ്ജയ് മുഖർജിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്കൊരു സംശയം തോന്നിയതായിരുന്നു. സഞ്ജയെക്കുറിച്ച് ചോദിച്ചതിനു ശേഷവും അലക്സിന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ സംശയങ്ങളൊക്കെ വെറുതെയാണെന്ന് ലാവണ്യക്ക് ഉറപ്പായി. സഞ്ജയ് മുഖർജിയുമായിട്ടുള്ള ബിസിനസ്സിൽ പങ്കാളിയാവാൻ താൻ ശ്രമിച്ചിരുന്നെങ്കിലും ഈയിടെയായിട്ട് അയാളെക്കുറിച്ചോ എല്ലാ കഥകളൊക്കെ താൻ കേട്ടിരുന്നു. ഏതെങ്കിലും പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനിലോ ലാവണ്യ അയാളെ കണ്ടിട്ടില്ല എന്നുള്ളത് തനിക്ക് ഉറപ്പാണോ? അയാൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ അല്ലേ? ലാവണ്യ കണ്ടപ്പോൾ താൻ ഈ ഒരു ബിസിനസ് ഫീൽഡിൽ ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ
ചോദിച്ചത്, നിനക്കറിയാമോ എന്ന് ചോദിച്ചത്. കാരണം ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപേ എല്ലാ വശങ്ങളെക്കുറിച്ചും നമ്മൾ നന്നായിട്ട് അറിയണം അല്ലേ? സഞ്ജയുടെ കൂടെയുള്ള ബിസിനസ് എനിക്ക് സെറ്റാവുമെങ്കിൽ അയാളുടെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഞാൻ തയ്യാറാണ്. ഞാൻ മനസ്സിൽ അതൊക്കെയാണ് വിചാരിക്കുന്നത് എന്നുള്ളതൊക്കെ ലാവണ്യയോട് പറഞ്ഞു. സഞ്ജയുടെ പേര് വീണ്ടും കേട്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് അല്പം ഒന്ന് വേഗത്തിലാവാണ്. അസ്വസ്ഥതയോടെ ലാവണ്യ ശിരസ് പിടിച്ച് നോട്ടം അങ്ങ് മാറ്റി. ഈ സിറ്റിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ സഞ്ജയ് മാത്രമല്ല, വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. അരുൺ ഇവിടെ പുതുതായി വന്ന ആളായതുകൊണ്ടാണ് നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തത് എന്ന് ലാവണ്യ അലക്സിനോടായിട്ട് പറഞ്ഞു. അരുൺ കേട്ടതുപോലെ സഞ്ജയ് മുഖർജി മിടുക്കനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരിക്കാം. ഒരു പക്ഷേ ഏതെങ്കിലും ചടങ്ങിലോ മറ്റോ ഞാൻ അയാളെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ സിറ്റിയിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരാളെ മാത്രം ആലോചിച്ചിരിക്കുക എന്നത് റിസ്ക് ഉള്ള ഒരു കാര്യമല്ലേ? ലാവണ്യ എങ്ങും തൊടാതെയാണ് ആ ഒരു കാര്യം സംസാരിച്ചത്. ലാവണ്യ പറഞ്ഞത് ശരിയാ. അതുപോട്ടെ, താൻ എന്താ ശരിക്കും ചെയ്യുന്നത്? അങ്ങനെ വീണ്ടും ലാവണ്യരായിട്ട് നമ്മുടെ അലക്സ് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ലാവണ്യ പറഞ്ഞു, എനിക്ക് ശരിക്കും ബിസിനസ് തന്നെയാണ് അരുൺ എന്റെ പ്രൊഫഷൻ എന്ന്. പിന്നെ ടിവിയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് എന്ന് ലാവണ്യ പറഞ്ഞു. ഓ, അത് കൊള്ളാലോ. എനിക്ക് ഇത്രയുള്ള ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ പ്രൊഡക്ഷൻ കമ്പനി ആകുമ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലാഭം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റാർട്ടപ്പ് മീഡിയയെക്കുറിച്ച് ലാവണ്യ എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അലക്സ് ചോദിച്ചത്. ഏതൊക്കെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് തനിക്ക് താല്പര്യം? ലാവണ്യ അവളുടെ കരുനീക്കങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനിച്ചിരിക്കുന്നു. അലക്സിനെ ആ വഴിയിലേക്കാണ് ലാവണ്യ വരുന്നത് എന്ന് മനസ്സിലായി. ലാവണ്യ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അമേരിക്കയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് എനിക്ക് 3 ഇരട്ടി ലാഭമാണ് എല്ലാ കാര്യത്തിലും ഉണ്ടാക്കി തന്നത്. എനിക്ക് ബിസിനസ്സിൽ ചതി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ അവരെ ഒഴിവാക്കി ഞാൻ നാട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് ആ ഇടപാടുകളൊക്കെ ഞാൻ ഒഴിവാക്കി. സോ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനി എനിക്ക് പറഞ്ഞു തരും. പൂർണ്ണമായിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ കമ്പനികളെ പാടുള്ളൂ. ഉടായ്പ് കാണിക്കുന്ന കമ്പനികളൊന്നും കൊണ്ടുവരേണ്ട. നേരായ മാർഗത്തിലോ വളർന്നു വരുന്ന നല്ല നല്ല കമ്പനികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ മാത്രമേ ഇതിലൂടെ സമ്പാദിക്കുന്ന കാശ് എന്റെ കയ്യിൽ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താൻ ഭയങ്കരനാണെന്നും തന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നും തോന്നിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അലക്സ് ലാവണ്യയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ. സംസാരത്തിനിടയ്ക്ക് അവൻ 2 ഗ്ലാസുകളിലായിട്ട് ഷാമ്പയും പകർന്ന് അതിലൊരു ഗ്ലാസ് ലാവണ്യക്കു നേരെ നീട്ടിക്കൊടുത്തു. അലക്സ് പറഞ്ഞത് കേട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ലാവണ്യ. ബിസിനസ്സിൽ 3 ഇരട്ടി ലാഭം കിട്ടിയത് ശ്രദ്ധയാണല്ലോ. അരുൺ അപ്പോ ബിസിനസിന്റെ പുലിയാണ് എന്ന് കരുതാമെന്നൊക്കെ ലാവണ്യ അത്ഭുതത്തോടുകൂടി ചിന്തിച്ചിട്ട് അവൻ എങ്ങനെ നോക്കുകയാണ്. നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ജോലിയിൽ നമ്മൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ലാവണ്യ. ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ബുദ്ധിപൂർവ്വം ഭാഗം കൊടുത്തു. എന്നാൽ ഈ ഒരു ബിസിനസ്സിലൊക്കെ തനിക്ക് നല്ലൊരു ലാഭം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം, ലാവണ്യ പറഞ്ഞു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടാക്കിയ ലാഭത്തിനേക്കാൾ വലിയ ലാഭം ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. വെറുതെ വീട്ടിലിരുന്നാൽ തന്നെ എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കഴിയാവുന്ന അത്രയധികം ആസ്തി എനിക്കുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. അലക്സ് ജേക്കബ് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഇത് പറയാൻ നോക്കുന്നത്. നിങ്ങളൊരു ജീനിയസ് തന്നെയാണ്, ലാവണ്യ തിരിച്ചു പറഞ്ഞു. അതിരിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ എത്ര രൂപയുടെ ആസ്തി ഉണ്ടാവും? ഒരു കൗതുകത്തിന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. തന്റെ യഥാർത്ഥ ഉദ്ദേശം മറച്ചുവെച്ച് ലാവണ്യ പുറമേ ചിരിച്ചുകൊണ്ടാണ് അലക്സിനോട് ചോദിച്ചത്. അതൊക്കെ ഒരുപാടുണ്ട് ലാവണ്യ. എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. സത്യത്തിൽ എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനും ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു രസമാണ്. അലക്സ് നിസാരമട്ടിലാണ് ഇതെല്ലാം പറയുന്നത്. ഓഹോ, അപ്പോൾ അരുണിന്റെ ഫാമിലിയോ? ലാവണ്യ ചോദിച്ചു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓഹോ, അപ്പോൾ അരുണിന്റെ ഫാമിലിയോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ലാവണ്യ. ആ മറുപടി കേട്ട് ലാവണ്യ അത്ഭുതപ്പെട്ടു. അരുൺ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമായിരിക്കുന്നല്ലോ. അതെന്തായാലും അത്ഭുതം, വളരെയധികം അത്ഭുതമായിരിക്കുന്നു. അല്ല, അതെന്താ വിവാഹം കഴിക്കാഞ്ഞത് അരുൺ? എനിക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് മെയിൻ റീസൺ. വിവാഹം അങ്ങനെ നീണ്ടുപോയി. പിന്നെ ലാവണ്യയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അലക്സ് ഇതൊക്കെ തന്നെ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് ലാവണ്യയുടെ മനസ്സിൽ പലവിധ പദ്ധതികളും തയ്യാറാവുന്നുണ്ടായിരുന്നു. ഇത്രയും സുന്ദരനും ധനികനുമായ അലക്സിനെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളത് ലാവണ്യ മനസ്സിൽ ഉറപ്പിച്ചു. അവനെ തന്നിലേക്ക് എങ്ങനെയെങ്കിലും ആകർഷിപ്പിക്കണമെന്നുള്ളതൊക്കെ അവൾ പ്ലാൻ ചെയ്തു. എന്തായാലും അരുണിനെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോവാൻ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ഡേറ്റിങ്ങിന് പോയാലോ? ലാവണ്യ അവന്റെ അടുത്ത് മുഖം താഴ്ത്തിക്കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു സംസാരം അലക്സിന്റെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്ന മട്ടിലാണ് അവൾ പറയുന്നത് തന്നെ. അങ്ങനെ ലാവണ്യ സഞ്ജയ് മുഖർജിയെ തന്റെ വിരലിലിട്ട് കറക്കുന്ന പോലെ അലക്സിനെയും തന്റെ വിരലിലിട്ട് കറക്കണമെന്നുള്ളത് ലാവണ്യ നിശ്ചയിച്ചു. അവനെ കൊണ്ട് തനിക്ക് പല കാര്യങ്ങളും സാധിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് ലാവണ്യക്ക് തോന്നി. ലാവണ്യ, എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ അധികം സ്ത്രീകളൊന്നും ഫ്രണ്ട്സ് ആയിട്ടില്ല. പക്ഷേ താൻ കൊള്ളാം. ഐ ലവ് യു. ചാമ്പിങ് ആൻഡ് എനർജിക് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കാണ് അലക്സ്. എനിക്കും നിങ്ങളെ വന്ന് പരിചയപ്പെടാൻ ഒരു ആഗ്രഹം തോന്നിയതാണ്.
നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്താലോ, എന്നിട്ട് ഇന്നത്തെ രാത്രി ഇവിടെ പരസ്പരം നന്നായിട്ട് പരിചയപ്പെട്ടാലോ? അരുൺ എന്തു പറയുന്നു? അവളുടെ ചോദ്യം കേട്ട് അലക്സിന്റെ പുരികങ്ങൾ അമ്പരപ്പോടങ്ങനെ ഉയരാണ്. ലാവണ്യയുടെ മനസ്സിൽ എന്തുദ്ദേശമാണ് ചോദിച്ചത് എന്നുള്ളത് അവൻക്ക് മനസ്സിലായി. ഒന്ന് പരിചയപ്പെട്ടപ്പോഴേക്കും തന്നെ വശീകരിച്ച് കൂടി നിർത്താൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് അവൻക്ക് തോന്നി. ലാവണ്യയിൽ നിന്നും തനിക്ക് ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കണം, അറിയണം. അത് അവളുടെ കൂടെ നിർത്തിയിട്ട് എന്നുള്ളതൊക്കെ ലാവണ്യ വിചാരിച്ചു. അവളുടെ മനസ്സിലുള്ളത് ചൂഴ്ന്നെടുക്കണം എന്നുള്ളത് അലക്സ് ഉറപ്പിച്ചു. റൂം എടുക്കാനോ? അതുമാത്രം മതിയോ? അലക്സ് കളിയാക്കുന്നത് പോലെ ചോദിച്ചു. അരുൺ എന്താ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ലാവണ്യ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയാലോ? ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വന്നതിന് ശേഷം നമ്മുടെ പുതിയ സൗഹൃദം നമുക്ക് ആഘോഷിക്കാം. അലക്സ് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ ഓരോന്നും മറുപടി കൊടുത്തു. അവന്റെ ഓഫർ കേട്ടതും ലാവണ്യ ആവേശത്തിലായി. നീണ്ട കുറച്ചു നേരം കൊണ്ട് തന്റെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ അവൻ മറന്നുപോയിരുന്നു. ലാവണ്യ പെട്ടെന്ന് അലക്സിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് മുഖം കുനിച്ച് അവന്റെ അധരങ്ങളെ അമർത്തിയൊന്ന് ചുംബിച്ചു. ഒരു നിമിഷത്തോളം ആ ഒരു ചുംബനം നീണ്ടു നിന്നിരുന്നു. പക്ഷേ അതിലെല്ലാം അലക്സ് ഒന്ന് സ്തംഭിച്ചു പോയിരുന്നു. അതോടെ താനിരുന്ന കസേരയിൽ നിന്നും ഒന്ന് ചാഞ്ഞിരുന്നു. അവരെ ഇതുവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന വിനോദ് ഇത് കണ്ടതോടുകൂടി തന്നെ ഒന്ന് നിശ്ചലമാവാണ്. അലക്സ് അവളെ കാണാതെ അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ അറപ്പുണ്ടാവുകയാണ്. അലക്സിന്റെ കാര്യത്തിൽ ലാവണ്യ വശ്യമായ ഒരു പുഞ്ചിരിയോടുകൂടി വീണ്ടും അലക്സിനെ നോക്കി. എങ്ങനെ അലക്സിനെ തന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നല്ലതുപോലെ ലാവണ്യക്ക് അറിയാമായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം നിങ്ങളെ ഇഷ്ടം. ചുണ്ടുകൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ പ്രത്യേക രീതിയിലാണ് ലാവണ്യ അത് പറയുന്നത്. ഹോ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കധികം ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ലാവണ്യയോട് എന്തോ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. അവളുടെ വലയിൽ വീണതുപോലെയാണ് അലക്സ്. അവൾ സംതൃപ്തയാകും പോലെ അലക്സ് സംസാരിച്ചു. നമ്മുടെ ഈ ഒരു പുതിയ പദ്ധതി എന്തായാലും വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അലക്സ് ഇനി എന്ത് ചെയ്യണം? ഒരു ഷാമ്പൻ കൂടെ തന്റെ മുന്നിലിരിക്കുന്ന ആ ഒരു ലാവണ്യക്ക് നേരെ നീട്ടി. പക്ഷേ അലക്സിന് മുന്നിൽ അല്ലെങ്കിൽ ചുണ്ടുകളിൽ ഗാഠമായിട്ടുള്ള ആ ഒരു പുഞ്ചിരി വിടർന്നു. അലക്സ് എന്തോ പറയാനിരിക്കുമ്പോഴേക്കും ലാവണ്യയുടെ ഫോൺ റിങ് ചെയ്തു. പെട്ടെന്ന് തന്നെ ലാവണ്യ അലക്സിന്റെ മുന്നിൽ നിന്നും അല്ലെങ്കിൽ അലക്സിന്റെ മുഖത്ത് നിന്നും ആ ഒരു ഫേസ് അവളുടെ ഫേസിലേക്ക് എടുത്തു. എന്നിട്ട് മാറ്റിക്കൊണ്ട് ഫോൺ എടുത്തു ആരാണ് ഈ സമയം വിളിക്കുന്നത് എന്നൊക്കെ നോക്കുകയാണ്. നിമിഷം തന്നെ ലാവണ്യയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമെല്ലാം തന്നെ ഭയത്തിലേക്കായി മാറി. ലാവണ്യ എന്തോ ഒരു പേടി, ഫോൺ കോൾ വരുന്നതോടുകൂടി തന്നെ എന്തോ ഒരു പേടി വന്നതുപോലെ തന്നെ അലക്സിന് ഫീൽ ചെയ്യാണ്. പക്ഷേ ലാവണ്യ ആ ഒരു കോൾ നോക്കുന്ന സമയത്ത് തന്നെ അത് മറ്റാരുമായിരുന്നില്ല, അത് സഞ്ജയ് മുഖർജി തന്നെയായിരുന്നു. ആ പേര് മന്ത്രിച്ചു. മെല്ലെ പേടിയോടുകൂടി തന്നെ അവൾ ആ ഒരു ബാറിന് ചുറ്റും നിരീക്ഷിക്കുകയാണ്. ഇനി അവൻ ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ? അവൾ ചിന്തിച്ചു. സാധാരണയായിട്ട് ഈ ഒരു ടൈമിലാണ് സഞ്ജയ് മുഖർജിയുടെ കോളൊന്നും വരാറുള്ളത് പതിവല്ല. ഇനി എന്തായിരിക്കും സഞ്ജയ് മുഖർജി ആ ഒരു ബാറിലേക്ക് വരുമോ? ലാവണ്യ ഇനിയെങ്ങാനും സഞ്ജയ് മുഖർജി അലക്സിന്റെ കൂടെ കാണുമോ? ഇനി കണ്ടാൽ തന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.